ഹലോ, അനുപം ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജേർണലിംഗ് വീഡിയോ ആണ്. ഇത് ഞാനൊരു കളർ ബേസ് ആയിട്ട് ചെയ്തതൊന്നുമല്ല, റാൻഡം ആയിട്ട് എടുത്ത കുറച്ച് കളേഴ്സ് ബേസ് ചെയ്തിട്ട് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആദ്യമേ വരച്ചെടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാഗസീൻസിൽ നിന്നൊക്കെ കിട്ടുന്ന കളേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് കളേർഡ് പേപ്പേഴ്സും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി, അതും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ചുമ്മാ ഞാൻ അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് ജേർണൽ സെറ്റ് ചെയ്തു. ഈ ജേർണലിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ജേർണലിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പോലെ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ഒരു ലെറ്റർ പോലെ. സോ ഇത് ഈ ജേർണൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ അറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. ഇത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഞാൻ ഭയങ്കര ചെറുതായിരുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളുടെയും ബാക്കി വേസ്റ്റ് എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ കളക്ട് ചെയ്തെടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ആൾ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി പറയുമായിരുന്നു, ഞാൻ ആക്രിയാണ്, അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സഹിക്കാൻ വയ്യാതെ ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് കളയുകയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ആ ഒരു റിയലൈസേഷൻ എനിക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചെയ്ത് വലിയൊരു ചതിയായിരുന്നത്. ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഒക്കെ എടുത്ത് നശിപ്പിച്ച് കളയാണ് ചെയ്തത്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. സോ എന്നെപ്പോലെ ഇതുപോലെ എന്തെങ്കിലും നശിപ്പിച്ച് കളഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആൾക്കാർ പലതും പറയും, പക്ഷേ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ സ്കില്ലുകളും നമുക്കാണ് അറിയുന്നത്. അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നത് നമുക്കാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമുക്കിതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ സാധിക്കാതെ അത് ബാക്കിയുള്ള ആൾക്കാരോട് ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നതും നമ്മൾ ഒഴിവാക്കുക. കാരണം അതവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നമുക്കറിയില്ല. എല്ലാവരും വേറെ വേറെ ആൾക്കാരല്ലേ. സോ ഇന്നത്തെ ജേർണലിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.